ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിൻ്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരിന്തു കിരണം പൂവു ചാർത്തിയ പോലെ തന്നെ പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ തെന്നലോ തേൻ തുമ്പിയോ പൊന്നരയാലിൽ മറഞ്ഞിരുന്നു നിന്നെ കണ്ടു കൊതിച്ചു പാടിയ കിന്നര കുമാരനോ കന്നി പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ താഴമ്പുക്കാറ്റ് തലോടിയ പോലെ നൂറാതിരതൻ രാക്കുളിരാടിയ പോലെ താഴമ്പുക്കാറ്റ് തലോടിയ പോലെ നൂറാതിരതൻ രാക്കുളിരാടിയ പോലെ കുന്നത്തെ വിളക്കു തെളിക്കും കയ്യാ ിൽ ചാന്ത് തൊട്ടതുപോലെ ചാന്ത് തൊട്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചൊല്ലാൻ തയ്യാറായിട്ട് ബിസി ലീഡിച്ചർ റെഡിയാണെന്ന് പറയുന്നു. രണ്ട് നല്ല പാട്ടുകാർ നമുക്കുണ്ട്. എന്നാലും ഒരാൾ സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറിയത് കൊണ്ട് ബിസി ലീഡിച്ചർ വന്നിട്ട് പ്രാർത്ഥിക്കണം ഞങ്ങൾക്കായിട്ടും എല്ലാവർക്കുമായിട്ടും. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ങായി തണലായി ദിവ്യൗഷധമായി താതാനാഥ കരം പിടിക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവിത ബിന്ദുവിനമൃതം തൂകിയ ലോകപാലക ജഗദീശ പ്രണാമം പ്രണാമം പ്രണാമം. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ സ്കൂളിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി ചേന്നമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HM ആയി ജീവിതം അവിടുത്തെ HM ജീവിതം അവസാനിപ്പിച്ച നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും പ്രിയകരനായ ജോയ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ ബഹുമാന്യനായ സോമരാജൻ സാർ, വേദിയിലിരിക്കുന്ന ഈ സ്കൂളിലെ ഇപ്പോഴത്തെ HM ആയ ഷൈന ടീച്ചർ, എൻ്റെ പ്രിയങ്കരായ HMs ആയിരുന്ന വത്സര ടീച്ചർ, ലിസി ടീച്ചർ, ലളിത ടീച്ചർ, കുമാരിബായി ടീച്ചർ, മറ്റു വേദിയിലിരിക്കുന്ന എൻ്റെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ഇത്രയും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ നമുക്കിവിടെ ഒത്തുചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ ഒട്ടനവധി അവിസ്മരണീയമായ ഓർമ്മകളും അനുഭവങ്ങളുമൊക്കെ എനിക്ക് നൽകിയ വിദ്യാലയമാണ് ഈ ഗേൾസ് ഹൈസ്കൂൾ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംഗമത്തെക്കുറിച്ച് ഭരതമാഷ് ഒരു ദിവസം സംസാരിച്ചപ്പോൾ അതിനെ യെസ് പറയാനായിട്ട് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതായി വന്നില്ല. വളരെയേറെ പെട്ടെന്നാണ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം മാഷിന്റെ നേതൃത്വത്തിൽ നീക്കിയത്. കുഞ്ഞിമ ടീച്ചറും ഭരതമാഷുമാണ് ഇങ്ങനെയൊരു സംഗമത്തിന് ഇവിടെ മുൻകൈ എടുക്കുകയും ഇത്ര നല്ല രീതിയിൽ ഇത് ഇവിടെ നടപ്പാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തത്. അതിന് ഈ അവസരത്തിൽ ഞാൻ അവരെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എനിക്കുണ്ടായതുപോലെ വളരെ നല്ല അനുഭവങ്ങൾ ഈ വിദ്യാലയത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ എല്ലാവരും കൂടി ഇവിടെ ഒത്തുചേർന്ന ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇടയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഏതാനും ടീച്ചേഴ്സ്, എല്ലാവരുമല്ല, ഏതാനും ടീച്ചേഴ്സ് തങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം തന്നെ വളരെ നല്ല രീതിയിൽ, വളരെ ഫലപ്രദമായ രീതിയിൽ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന രീതിയിൽ ഒക്കെ സമയം ചിലവഴിച്ചിട്ടുണ്ട്. അതിനെല്ലാവരെയും അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇപ്പോൾ സക്കീന ടീച്ചർ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാല്, ടീച്ചർ റിട്ടയർമെന്റിന് ശേഷം തൻ്റെ ഔദ്യോഗിക ജീവിതം അവിടെ അവസാനിച്ചുവെങ്കിലും അക്യുപങ്ക്ചർ എന്ന ചികിത്സാ രീതിയിൽ കൂടുതലായിട്ട് പഠിക്കുകയും അതിലിപ്പോൾ ഈ സമീപകാലത്ത് ടീച്ചർ MD എടുക്കുകയും ചെയ്തു. ഇപ്പോൾ ടീച്ചറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്ന ഭരതൻ സാറും ഇത്തരം മേഖലകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി, പുസ്തകം വായിക്കാനായിട്ട് പറ്റാത്തവർക്ക് വേണ്ടി തൻ്റെ ശബ്ദം നൽകിക്കൊണ്ട് കഥയും കവിതയും നോവലുകളും ഒക്കെ വായിച്ച് ശബ്ദം നൽകിക്കൊണ്ട് അവർക്ക് സേവനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റ് കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനത് അധികം നീട്ടുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഈ വിദ്യാലയത്തിലെ ഗണിതശാസ്ത്രത്തിന്റെ ഒരു മേധാവി എന്ന് പറയാവുന്ന തരത്തിൽ ഇവിടെ പ്രവർത്തിച്ച ബഹുമാന്യനായ സോമരാജ മാഷാണ്. അദ്ദേഹം ഈ സ്കൂളിൽ നിന്നും പ്രൊമോഷൻ ആകുകയും കൊടുങ്ങല്ലൂർ AEO ആയി പ്രവർത്തിച്ച് റിട്ടയർ ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സ്കൂൾ ഇന്നത്തെ നമ്മുടെ ഈ സംഗമത്തിന് ഈ സ്കൂൾ വേദിയായിട്ട് നമുക്ക് അനുവദിച്ച നമ്മുടെ ബഹുമാന്യയായ ഈ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ഷൈന ടീച്ചറുണ്ട്. ടീച്ചറെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റേഴ്സായ ലളിത ടീച്ചർ, കുമാരിബായി ടീച്ചർ, ലിസി ടീച്ചർ, വത്സര ടീച്ചർ എന്നിവരെയും പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വേദിയിൽ ഷാഹുൽ മാഷ്, എനിക്ക് തോന്നുന്ന ഏറ്റവും സീനിയറായ അധ്യാപകനാണ്. അദ്ദേഹം തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മളെയൊക്കെ കാണുവാനും നമ്മളോട് സ്നേഹം പങ്കിടുവാനും നമുക്കൊപ്പം ചേർന്നു. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല.
എല്ലാ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളുണ്ട്. ഇവിടുത്തെ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന പാചക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രവർത്തകരുണ്ട്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തും. അതായത് ഈ ലോകത്തോട് വിട പറഞ്ഞ കുറച്ചാളുകൾ കൂടിയുണ്ട്. ഒന്ന്, കുറച്ചു നേരം നമ്മൾ അവരെ ഒന്ന് ഓർക്കാം. അവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളുടെ മലയാളം അധ്യാപികയായ വസന്തകുമാരി ടീച്ചറെ ക്ഷണിച്ചോളൂ. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷേ നമ്മളിൽ നിന്ന് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ കുറച്ച് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അപ്പോൾ അവരെ അനുസ്മരിക്കുക, എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. അതാണിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്നേഹസംഗമം എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പേര് വിവരം എല്ലാവരെയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവരുടെ പേരുകൾ ഞങ്ങളൊന്ന് വായിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. പേര് വായിച്ചിട്ട് മതി. അത് ശരി. ബീന ടീച്ചർ മാത്സ്, പിന്നെ ശ്രീദേവി ടീച്ചർ ഇവിടെ അച്ഛമായിരുന്നു. രേണുക ടീച്ചർ, പിന്നെ ശങ്കരൻ ഓഫീസ് സ്റ്റാഫായിരുന്നു. പിന്നെ രാധ ടീച്ചർ, ഉണ്ണികൃഷ്ണൻ സാർ, മഹർമിസ ടീച്ചർ, ഗീത ടീച്ചർ, പാത്തമ്മക്കുട്ടി ടീച്ചർ, ഐഷ ടീച്ചർ, മൂസ് സാർ, മുരളി സാർ, വത്സല ടീച്ചർ, രവി ടീച്ചർ, സുരേന്ദ്രൻ മാസ്റ്റർ, ബാബു സാർ, കുട്ടപ്പൻ. ഇത്രയും പേരുടെ ലിസ്റ്റാണ്. പിന്നെ കുറച്ച് പേര് കൂടിയുണ്ട്. ത്രേസ്യാമ്മ ടീച്ചർ, സുജാത ടീച്ചർ, നന്ദിനി ടീച്ചർ. ഇനി നിങ്ങളുടെ ഓർമ്മയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും പേരുടെയാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് കൂടി എത്തിയിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എന്തായാലും നമുക്ക് എന്താണ് നമ്മുടെ അവരുടെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അധ്യാപകനായിട്ട് ജോലി ചെയ്ത് പിന്നീട് കൊടുങ്ങല്ലൂർ AU ആയിട്ടാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. അധ്യക്ഷ സ്ഥാനത്ത് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊടുക്കുന്നു. സ്കൂളിൽ അധ്യാപകരായി ഇത് തന്നെ പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാറില്ല. പിന്നീട് ഹെഡ്മാസ്റ്ററായി AU ആയപ്പോഴാണ് ആ അവസരം ഉപയോഗിക്കാത്തതിൻ്റെ മനസ്സിലായത്. ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ അറിയാതെ തന്നെ കൈകൾ ഇറക്കിയത്. അപ്പോൾ അധ്യാപകർ ചിരിക്കയുടെ എനിക്ക് മനസ്സിലായി. എന്നെ കളിയൊക്കെ എടുത്തുള്ളൂ. അധ്യാപകർ ചിരിക്കല. ആദ്യം നിൽക്കുണ്ടാവും പറഞ്ഞു ആശ്വസിച്ചു. ഞാനൊരു ധൈര്യം സംഭവിച്ചു. ആയിട്ടാണ് പോകും. പിന്നീട് പിന്നെ AU ആയിരിക്കുമ്പോൾ അവസരങ്ങൾ ധാരാളം കിട്ടും. ഉപയോഗിക്കുമ്പോൾ അങ്ങനെ സ്റ്റേജ് ഫൈറ്റ് ഇല്ലാതായി. ഒരു വാചകങ്ങൾ കുറവാണ്. മാത്സ് അധ്യാപകരുണ്ട്. ഈ ഹക്കുകളെ കൊണ്ടുള്ള കളിയാണ്. വാചകം ടീച്ചർമാർക്ക് അറിയാം വാചക പ്രസക്തിയില്ല. ടീച്ചർമാർക്ക് സംസാരിക്കും. എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ഇനി എനിക്ക് കിടക്കട്ടെ. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ടില്ല എന്നല്ല പറയാം. ഞാൻ വേറെ കൈപ്പമംഗലം സ്കൂളിലൊക്കെ എനിക്ക് പോകാറുണ്ട്. എൻ്റെ ഭാര്യ അവിടെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും എന്താണ് കൊടുങ്ങല്ലൂർ ഗേൾസിൽ ഇങ്ങനെ ഒരു വലിയൊരു വേദി ഉണ്ടാക്കാത്തത്. അധ്യാപകരെ ഒന്നിച്ച് കാണാൻ എന്താ മാർഗം. അപ്പോൾ ഭരതൻ മാഷ് വിളിച്ചിരുന്നു. ശേഷം ഭരതൻ മാഷ് വിളിച്ച് പറഞ്ഞു കൈപ്പമംഗലം സ്കൂൾ പോലെ നമ്മുടെ സ്കൂളിലും ഇതുപോലൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്കൊരു 1 day ടൂർ എടുക്കുക. തീർച്ചയായിട്ടും അത് തന്നെ നമ്മൾ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. എല്ലാവർക്കും കാണാൻ ഉള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാകാം. എനിക്കില്ലാന്നോ പിന്നെ സ്കൂളിൽ
ഒരു ലിമിറ്റ് ഇതേ ഛർദ്ദിച്ച് ഭംഗിയായിട്ടല്ല ഞാൻ പറഞ്ഞ എനിക്കറിയാം പരിചയപ്പെടുന്നുണ്ട് ഇതിനും മറ്റേ കോശി ഭാഷന്മാരെ അങ്ങനെ പരിചയപ്പെടുന്നത് ഏകോടാണ്. എന്നാലും ഇന്നത്തെ ഈ സംഗമം വലിയൊരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ്. ഒന്ന് ഒത്തുചേരാനായിട്ട് മനസ്സിൽ എന്തോ ഇല്ലാത്ത ആഗ്രഹം എല്ലാവരും ഒന്ന് കാണണം. അതിന് അവസരം ഉണ്ടാക്കിയ അടുത്ത മാഷുകാരൻ നന്ദി പറഞ്ഞു. പിന്നെ അതിനുവേണ്ടി സഹായിച്ച എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ട് അഡ്വൈസ് ചെയ്ത നമുക്കെല്ലാം അറിയില്ല അതൊക്കെ ലേഡിയായിട്ട് പോലും ലിമിറ്റ് ചില പ്രത്യേകം ഇനി പറയാനില്ല അടുത്ത ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ 6-ാം തീയതിയാണ് നമ്മുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇപ്പോൾ എന്റെയും പ്രിയപ്പെട്ടതായ കൊടുങ്ങല്ലൂർ ഗേൾസ് എച്ചുമായിട്ട് വന്നത്. ഞാനൊരു ഗണിത അധ്യാപികയായിരുന്നു. നാട്ടിലെ സ്കൂളിൽ 13 വർഷക്കാലം കഴിഞ്ഞ് ചെറുപ്പിൽ വന്നു. അവിടെ നിന്ന് പ്രൊമോഷനായി ആലപ്പുഴ പോയി. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്ക് ആലപ്പുഴയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് തൃശ്ശൂർക്ക് വരാനായിട്ട് നമ്മൾ ഒത്തിരി സ്കൂളുകൾ കൊടുക്കും. അതിൽ കൊടുങ്ങല്ലൂർ ഗേൾസിലേക്ക് കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഹൈവേയുടെ അടുത്തുള്ള സ്കൂളാണ്. പകലുള്ളവരൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സ്കൂളാണല്ലോ. അപ്പൊ കിട്ടിയപ്പോ എന്നെ 1-2 ടീച്ചേഴ്സ് എനിക്ക് പരിചയമുള്ളവരെ വിളിച്ചിട്ട് ചോദിച്ചു, കൊടുങ്ങല്ലൂർ ഗേൾസ് ആണ് കേട്ടോ, സൂക്ഷിച്ചു പോണം എന്ന് പറഞ്ഞു. അതായത് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര കേപ്പബിൾ ആയ ടീച്ചേഴ്സാണ്, നല്ല എല്ലാ കാര്യവും നടത്താൻ പറ്റുന്നവരാണ്. അപ്പൊ സൂക്ഷിച്ചു കണ്ടു നിന്നോളൂ. 1-2 മുൻ ധാരണകളോട് കൂടിയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കൊടുങ്ങല്ലൂർ ഗേൾസ്, അന്ന് എനിക്ക് അറിയില്ലല്ലോ സ്കൂളിനെ, ഇവിടേക്ക് വന്ന് ജോയിൻ ചെയ്തത്. എന്തായാലും ഞാൻ നിങ്ങൾ എങ്ങനെയാണോ ഈ കൊടുങ്ങല്ലൂർ ഗേൾസിനെ പ്രൗഢിയായി കൊണ്ടു നടന്നത്, ആ പ്രൗഢി ഒട്ടും കുറയാതെ തന്നെ കൊണ്ടു നടക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്റെ കൂടെ എന്റെ സ്റ്റാഫ് എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ഫാമിലിയായി തന്നെ തുടർന്ന് പോകുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാം, ഇപ്പൊ 37 ടീച്ചേഴ്സാണ് നമുക്കുള്ളൂ. ഞാനടക്കം 39, 5 ഓഫീസ് സ്റ്റാഫ്. നിങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 60-65 സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ കഴിഞ്ഞ വർഷം ഞാൻ വരുന്ന 44 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവിടെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ എണ്ണം കുറയുക എന്നുള്ളത് ഒരു പ്രതിഭാസം നമ്മുടെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ഒരു പരിധി വരെ എയ്ഡഡ് സ്കൂളുകളിലും ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അറിവ്. നിങ്ങൾക്കും അറിയുന്നുണ്ടാകും. ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നും എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും ഒക്കെ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് ഒരു ഓട്ടം ഇപ്പോഴത്തെ കൂടുതലാണ്. എങ്കിലും നമ്മുടെ കുട്ടികൾ ഒട്ടും മോശമല്ല, നല്ല രീതിയിൽ റിസൾട്ടുള്ള നല്ലൊരു സ്കൂൾ തന്നെയാണ്. ഇപ്പോ കഴിഞ്ഞ വർഷം 198 കുട്ടികളെ SSLC എക്സാം എഴുതിയതിൽ 85 ഫുൾ എ പ്ലസ് ആണ്. 42% കുട്ടികൾക്കും ഫുൾ എ പ്ലസ് ആണ്. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പറഞ്ഞു പോലെ പറഞ്ഞു വരികയാണ്. അപ്പൊ അവിടെ ഇരുന്ന സെഷനിൽ ഇരുന്ന അധ്യാപകർ പറയാണ്, നിങ്ങൾ ഇത്രയൊന്നും വിശദാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്നു. ഞങ്ങൾക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ്. അപ്പൊ ഇവിടെ അത്രയും ഒരു നല്ല കൂട്ടായ്മയാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത്. ആ കൂട്ടായ്മ തീർച്ചയായിട്ടും നമ്മുടെ ഷൈനി ടീച്ചറും ഉണ്ടാക്കിയെടുക്കും എന്നുള്ള നല്ല വിശ്വാസമുണ്ട് നമുക്ക്. രക്ഷിതാക്കള് ഞങ്ങളുടെ കൈകളിൽ തന്നെ ആയിരുന്നു. രക്ഷിതാക്കളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത്. ആ രക്ഷിതാക്കളെ കയ്യിൽ അടക്കി പിടിച്ചത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ നല്ല കാര്യങ്ങൾ നടത്താനായിട്ട് സാധിച്ചത്. നമ്മളെ ഇതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പെൻഷൻ ആയി കഴിഞ്ഞാൽ, റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അടുക്കളയുടെ, പ്രത്യേകിച്ച് ലേഡീസ് ആവുമ്പോൾ അടുക്കളയുടെ 4 ചുമരിനുള്ളിലായിരിക്കും. പേരക്കുട്ടികളെ നോക്കി, കുട്ടികളുടെ കാര്യം അന്വേഷിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടായിരിക്കും. ഞങ്ങൾ പിന്നെ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് പുറത്തേക്ക് പോകും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ യാത്ര തന്നെയാണ്. എനിക്ക് റിട്ടയർ ആയെന്നുള്ളൊരു തോന്നലേ ഇല്ല. ഞാൻ എന്നും കൊടുങ്ങല്ലൂർ വരുന്നു. കൊടുങ്ങല്ലൂർ വന്നിട്ട് മിക്കവാറും എല്ലാ കടകളിലും കയറിയത് ഒന്നും വാങ്ങാനല്ല,
ആ കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് സാരി എടുത്ത് നോക്കുക, അല്ലെങ്കിൽ പാൻസിന്റെ ബേസ് എടുത്ത് നോക്കുക, ഷർട്ട് എടുത്ത് നോക്കുക. അടുത്തത് സ്വർണ്ണക്കടയിലേക്ക് ചെല്ലുക, ലക്ഷ്മിയിലേക്ക് ചെല്ലുക. ലക്ഷ്മി ചെന്നിട്ട് മോതിരം മാറാറുണ്ട്, മാല മാറാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ ചെന്ന് നോക്കിയിട്ട് ഇത് ശരിയാവില്ല, പുതിയ ഡിസൈൻ അല്ല എന്നൊക്കെ. ഇതേപോലെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുക. അങ്ങനെ പുറത്തിറങ്ങി ഒരു കുഴപ്പമില്ല. നമ്മളുടെ ഒരു മനോഭാവമാണ് അങ്ങനെ കടയിൽ ചെന്നിട്ട് ഒന്നും എടുക്കാതെ പോന്നാൽ വല്ല കുഴപ്പമുണ്ടാവുന്നു. ഒരു കുഴപ്പമില്ല. എന്റെ മനോഭാവം അതാണ്. കാരണം നമ്മൾ പൈസ കൊടുത്താണ് സാധനങ്ങൾ വാങ്ങുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ ഷോപ്പ് ചെയ്താൽ മതി. അവർ തരുന്നത് എന്തും നമ്മൾ മേടിച്ചിട്ട് വരണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് വരെ, ഇപ്പൊ വരെ, കാലത്ത് വരെ ഞാൻ ഇതേപോലെ ഒരു ഷോപ്പിംഗ് നടത്തിയിട്ടാണ് ഇവിടേക്ക് വന്ന് നിൽക്കുന്നത്. എനിക്ക് അതുകൊണ്ട് യാതൊരു അപ്പൊ എന്റെ വൈഫിനെ കളിയാക്കി, നിങ്ങൾക്ക് നാടാവില്ല ഇങ്ങനെ കടയിൽ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോരാൻ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോ നിർബന്ധമായിട്ട് എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടേ വേണ്ടുള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. റിട്ടയർമെന്റ് ജീവിതം ചുമരിന്റെ ആ മുറിയുടെ 4 ചുമരിനുള്ളിൽ ഒതുങ്ങാനുള്ളതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് പ്രാഗൽഭ്യം തെളിയിച്ച ഒരു മിടുക്കത്തി നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തായാലും ആ മിടുക്ക് നമുക്കറിയാം. നമ്മുടെ സക്കീന ടീച്ചറാണ്. സക്കീന ടീച്ചറെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നുള്ള. സക്കീന ടീച്ചർ ഈ സ്കൂളിലേക്ക് വന്നിട്ട് ആ സ്കൂളിൽ നമ്മുടെ സ്കൂളിനെ എവിടെ വരെ എത്തിക്കാൻ സാധിക്കുമോ അവിടെ വരെ എത്തിക്കാനായിട്ട് സക്കീന ടീച്ചർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിലും അതേപോലെ തന്നെ ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയാ. ആരോഗ്യമാണ്, ഏത് കുട്ടിയുടെ ആരോഗ്യം കേടായാലും ഞങ്ങൾ പറയും ഓടി സക്കീന ടീച്ചറിന്റെ അടുത്തേക്ക് ഓടിയാൽ മതി എന്ന് പറയും. സക്കീന ടീച്ചറിന്റെ അടുത്ത് അതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ കലോത്സവമായാലും കലോത്സവത്തിന് സംസ്ഥാനത്ത് നമ്മൾ എത്തിച്ചേർന്ന് ഞാനുണ്ടായിരുന്ന കാലഘട്ടത്തിൽ 2 പ്രാവശ്യമായിട്ട് രാജേഷ് ടീച്ചറോട് വരുന്നതിന് മുന്നേ സംസ്ഥാന കലോത്സവത്തിൽ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് രാജേഷ് ടീച്ചറോട് വന്നത്. പിന്നെ സക്കീന ടീച്ചറോട് വന്നിട്ട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഏത് ട്രോഫി ഏത് അയലോകത്തെ കൂടി പോയാലും അത് ഗേൾസ് ഹൈസ്കൂളോട് മുന്നിൽ തന്നെ ആയിരിക്കും. അപ്പൊ അത്രയ്ക്കധികം പ്രാഗൽഭ്യം ടീച്ചർ ഒരു അധ്യാപികയായിരുന്നു. അതായത് അധ്യാപനം എന്ന് പറഞ്ഞാൽ കേവലം പുസ്തകം മാത്രമല്ല, പുസ്തകത്തിന് അപ്പുറത്തും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ടീച്ചർ തെളിയിച്ചാണ്. ആ ടീച്ചർ ഈ കഴിഞ്ഞ ദിവസം 2024 നവംബർ മാസത്തില് അഗ്നിപഞ്ചർ ചികിത്സാ രംഗത്ത് ഒരു MD കരസ്ഥമാക്കിയിട്ടുണ്ട്. ടീച്ചറിനോട് നല്ല ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കണം. നമുക്ക് എത്ര അത് ആ കയ്യടിക്ക് ആക്കം കൂട്ടുന്നു, അത് എത്ര നല്ലതാണ്. കാര്യം ടീച്ചർ അതിനെ കുറിച്ച് പറഞ്ഞു. കൈയടിക്കാതിരിക്കരുത്. നമ്മുടെ ശരീരത്തിലുള്ള പല നെർവസുകളും ഈ കയ്യിലാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ദിവസവും അടുക്കള ചെന്നിട്ടുണ്ട്, ആ കറി നന്നായിട്ടുണ്ട്, നല്ലപോലെ കൈയടിക്കുക അല്ലെ. പായസം വെച്ചത് നന്നായിട്ടുണ്ട്, നല്ലപോലെ കൈയടിക്കുക. ആ ടീച്ചറെ നമ്മൾ വിളിക്കാൻ പോകുന്നു. ആ ടീച്ചറെ ഞങ്ങൾ ഒരു സ്വകാര്യം ഒരു സൂത്രം ഒപ്പിച്ചിട്ടുണ്ട്. നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാവരും ഇവിടെ പലർക്കും അറിയില്ല, ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആ ടീച്ചറെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർ അവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ ഒരുപാട് ആളുകൾ HMസും AOസും ഒക്കെ തന്നെ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും നമ്മുടെ ചുരുങ്ങിയ പരിമിതിയിൽ സ്റ്റേജിൽ കയറിയിരിക്കാനുള്ള അനുവാദമില്ല, അവസരമില്ല. അനുവാദമുണ്ട്, അവസരമില്ല. കാരണം വളരെ പരിമിതമായ. സക്കീന ടീച്ചറെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ഞങ്ങളൊരു ഉപായം കണ്ടെത്തി എങ്ങനെയാണ് നമ്മൾ ഇത്രയും HMസിനെയും ഇത്രയും AOസിനെയൊക്കെ ഇവിടെ നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റിയിരുത്തുക. അപ്പൊ അതിനൊരു സൂത്രം ഞങ്ങൾ കണ്ടെത്തി. ഏതായാലും ആ സൂത്രമാണ് നമ്മളുടെ സ്കൂളിൽ നിന്ന്, ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർഡായ HMs എന്നുള്ളത്. ആ പ്രിയങ്കരങ്ങളായ റിട്ടയർഡായ HMs ആണ് സക്കീന ടീച്ചറെ ആദരിക്കുന്നത്. അവരെല്ലാവരും സ്നേഹത്തോടു കൂടി ഈ സ്റ്റേജിലേക്ക് നമ്മൾ ആനയിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുത്ത് അതോടൊപ്പം തന്നെ ആദരം കൈപ്പറ്റുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരയായ സക്കീന ടീച്ചറെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. പ്രിയമുള്ളവരെ,
നമ്മുടെ ഭരതമാഷ് ഇപ്പോൾ പറഞ്ഞ സൂത്രം പോലത്തെ വേറൊരു സൂത്രം കൂടി ഇവിടെ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, റിട്ടയർ ചെയ്തതിന് ശേഷം പലരും പല രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അത്തരം ഒരു വ്യക്തിത്വത്തെയാണ് നമ്മളിപ്പോൾ ആദരിച്ചത്. ഇനി മറ്റൊരു വ്യക്തിത്വം കൂടി നമ്മുടെ ഈ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, കാഴ്ച പരിമിതർക്ക് വേണ്ടി, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ, കാഴ്ച പരിമിതർക്ക് വേണ്ടി തൻ്റെ ശബ്ദം നൽകി അവർക്ക് ജീവിതകാലം മുഴുവനും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം തൻ്റെ ശബ്ദം കാഴ്ച പരിമിതരായവർക്ക് വേണ്ടി സമർപ്പിച്ച നമ്മുടെ ബഹുമാന്യനായ ഭരതമാഷ്, അദ്ദേഹത്തെയും നമ്മൾ ഈ കൂട്ടായ്മയുടെ പേരിൽ ആദരിക്കുകയാണ്. സ്നേഹപൂർവ്വം ആദരവേറ്റ് വാങ്ങാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നൽകുന്നതിനായി നേരത്തെ നൽകിയ നമ്മുടെ പ്രിയങ്കരായ HMസിനെയും ക്ഷണിക്കുന്നു. സക്കീന ടീച്ചർക്ക് വേണ്ടിയിട്ടും അതുപോലെ ഈ ഒരു സംഗമത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്തത് ഭരതമാഷാണ്. പക്ഷെ ഇത് മാഷ് അറിയാതെ ഞങ്ങൾ ചെയ്തൊരു പണിയാണ് കേട്ടോ. ഇതിന്റെ വല്ലാത്തൊരു വെടിക്കെട്ടായി പോയി. സക്കീർ ടീച്ചറെ ഒന്ന് ഞെട്ടിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ വിചാരിച്ചുള്ളൂ. പക്ഷെ അതിനുള്ളിൽ അതിനേക്കാളും വലിയ ഒരമിട്ടായി പോയി എന്തായാലും ഈ ആദരവ്. എന്തായാലും ആദരവുകൾ തീരുന്നില്ല. നമ്മളുടെ സ്കൂളിൽ 2 കഥാകാരികൾ ഉണ്ടായിരുന്നു. ഒരു കവിത എഴുത്തുകാരി. അതില് കവിത എഴുതുന്ന ആള് നമ്മുടെ ഇവിടെ എത്തിയിട്ടില്ല. കഥ എഴുതാൻ നമുക്ക് പേപ്പർ ആവശ്യമുണ്ട്, പേനയൊക്കെ ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ ഈ അവസരത്തില് നൈസ് ടീച്ചർ നമുക്കൊന്ന് ഓർക്കുകയാണ്. നൈസ് ടീച്ചർ റിട്ടയർമെന്റിന് ശേഷം പുസ്തകം ഇറക്കി നമ്മളുടെ സ്കൂളിന്റെ പേര് ഒന്നുകൂടി പുറത്തേക്ക് എത്തിച്ച ഒരാളാണ്. നൈസ് ടീച്ചർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം. നല്ല നിറഞ്ഞൊരു കയ്യടിയാണ് നൈസ് ടീച്ചർക്ക് കൊടുക്കേണ്ടത്. നൈസ് ടീച്ചറെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കൂട്ടത്തില് സ്കൂളിൽ നിന്ന് ഏകദേശം സർവീസ് കൂടുതലുള്ള ആളെന്നുള്ള മറ്റുള്ള സിന്ധ ടീച്ചറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നൈസ് ടീച്ചറ് സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ സ്നേഹം കൈപ്പറ്റുന്നതിന് വേണ്ടി കടന്നു വരിക. ഒരു ആദരവ് കൂടിയുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞതായിരിക്കും, നമ്മളൊക്കെ ഈ സ്കൂളിൽ വർക്ക് ചെയ്ത കാലഘട്ടത്തിലാണ് ഈ സ്കൂളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഉള്ള സത്യം പറയാം. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാറുള്ളൂ. പക്ഷെ ബാക്കി എല്ലാവരും ആ ഭക്ഷണത്തിന്റെ രുചിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ രുചി അറിഞ്ഞ കൂട്ടത്തില് കൊടുങ്ങല്ലൂർ സബ് ജില്ലയിലെ പാചക മത്സരത്തില് 2ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ പാചക തൊഴിലാളിയായ സ്നേഹയായ മിനി ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. മിനിയെയും നല്ലൊരു കയ്യിൽ കൊടുത്ത് ഈ വേദിയിലേക്ക് നമ്മുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മിനിയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സുജാത ടീച്ചറോട് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും സുജാത ടീച്ചറെ ഞങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. മിനിയെ ആദരിക്കാൻ സുജാത ടീച്ചറെ സ്നേഹപൂർവ്വം ഇവിടേക്ക് ക്ഷണിച്ചോളൂ. ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നമ്മുടെ നാവിലുണ്ട്. അതായത് നല്ലൊരു കയ്യടി എന്തായാലും എടുക്കുന്നത് തന്നെയാണ്. കയ്യടിയിൽ പിശുക്കാണിച്ചെന്നും ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആശംസകളാണ് ഇനി അർപ്പിക്കേണ്ടത്. അതിനിടയിൽ സക്കീന ടീച്ചർക്ക് എന്തെങ്കിലും പറയാനില്ലെങ്കിൽ 2 വാക്ക് ഞങ്ങളോട് സംസാരിക്കണം. സക്കീന ടീച്ചറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. വളരെ ചുരുക്കി പറയണം, വയസ്സായവരാണ് എല്ലാവരും.
ഗണിത. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഭരതമാഷ് ഞെട്ടിച്ചതിൻ്റെ ആഘാതം, ടീച്ചറും ഭരതമാഷൊക്കെ കൂടി ഞെട്ടിച്ചതിൻ്റെ ആഘാതം എനിക്ക് തീർന്നിട്ടില്ല. എന്തായാലും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിർത്താൻ, എനിക്ക് നിൽക്കാൻ ഒരവസരം തന്ന ഈശ്വരന് ആദ്യം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അദ്ദേഹമായിരുന്നു നിങ്ങളിപ്പോൾ നൽകിയ ഈ ആദരവിന് ഒരു കാരണക്കാരൻ. ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു എന്ന് എന്നോടൊപ്പം വർക്ക് ചെയ്ത കുറേ പേർക്കൊക്കെ അറിയാം. കാരണം കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഞാനിവിടെ നിന്ന് ഏകദേശം ഒരു 7 മണി വരെയൊക്കെ സ്കൂളിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം ഇക്ക റിട്ടയറായി നാട്ടിൽ വന്നതിന് ശേഷം എന്നോടൊപ്പം എന്നും ഗേൾസിലെ ഒരു നിത്യസന്ദർശകനായിരുന്നു. കുട്ടികളെ കൊണ്ടുപോകാനായാലും പരിശീലനത്തിനായാലും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിമിഷങ്ങളെ സങ്കടത്തോടു കൂടി ഓർക്കുകയാണ്. പിന്നെ നേരത്തെ നമ്മുടെ HM സംസാരിച്ചു, ടീച്ചർ വരുന്നതിന് മുമ്പ് ഗേൾസ് എന്തോ ഉന്നത പദവിയിലായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും മോശമായ ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ കൂട്ടായ ഒരു പരിശ്രമം, അതാണ് ഗേൾസിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നത്. അതിൻ്റെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഇപ്പോൾ അവശേഷിക്കുന്നതിൽ ഒരു കണ്ണി നിമ്മി ടീച്ചറാണ്. നിമ്മിക്ക് ആ പഴയ കാലം, നിമ്മിയുടെ മക്കളൊക്കെ ചേർന്ന കാലം, ഒരു പരിതാപകരമായ ഒരവസ്ഥ ഗേൾസിനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളാരും ആർക്കും ഒരു പിടിയും കൊടുക്കാത്ത വിധത്തിൽ ഒരുപാട് സ്കൂളുകൾ അലഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ, ഇങ്ങനെ ഒരു കാലഘട്ടം ഗേൾസിന് ഉണ്ടായിരുന്നു എന്നത് ഞങ്ങളുടെ മാത്രം ഒരു സ്വകാര്യ അറിവാണ് എന്നാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. കാരണം ഞങ്ങളത് പുറത്ത് കാണിച്ചിരുന്നില്ല. മറിച്ച് അതിനുയരങ്ങളിലെത്തിക്കാൻ ഇവിടെ ജൂനിയറോ സീനിയറോ എന്നൊരു വ്യത്യാസം ഇല്ലാതെ ഞങ്ങൾ ഓരോരുത്തരും കിണഞ്ഞ് പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് 3 ഡിവിഷനാകാൻ പോകേണ്ടിയിരുന്ന പല ക്ലാസ്സുകളെയും ഉയരങ്ങളിലേക്ക് എത്തിച്ച് ഒരു H വരെയൊക്കെ ഡിവിഷൻ എത്തിച്ച ഒരു സന്തോഷം. സുജാത ടീച്ചറുടെ കാലത്ത് അഡ്മിഷൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച ഒരു ചരിത്രം പോലും ഉണ്ടായിരുന്നു. അതിലേക്ക് ഞങ്ങൾ എത്തിയത് അഹങ്കാരത്തോടു കൂടി തന്നെ പറയാം, ഞങ്ങളുടെ കൂട്ടായ പരിശ്രമമാണ്. ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതൊരു അഭിമാനമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ കലോത്സവങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 7 മണി വരെയൊക്കെ ഇവിടെ നിൽക്കാൻ, കുട്ടികളെ പരിശീലിപ്പിക്കാൻ, ആ രക്ഷിതാക്കളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു സുരക്ഷിതത്വത്തോടു കൂടി അവരെ കയ്യിലേൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ കുറേ പേര് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാറ്. അതിൽ ഒരാളായിരുന്നു നിമ്മി. പല കാര്യങ്ങളിലും അപ്പോഴും ഇപ്പോഴും ഏറ്റവും പ്രാഗൽഭ്യം നിറഞ്ഞ ഒരു അധ്യാപിക തന്നെയാണ്. 88 ഏപ്രിൽ വന്നതാണ്. ജൂനിയർ ഹിന്ദി ആയിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഞാനിവിടെ വരുമ്പോൾ ഒരുപാട് ഡിവിഷനുകൾ ഉണ്ടായിരുന്നു. 10H, IJK വരെയൊക്കെ ഉണ്ട്. അങ്ങനെ UP തലത്തിലും 2 ജൂനിയർ ഹിന്ദികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനവിടെ വളരെ ജൂനിയർ ആയ ടീച്ചറായിരുന്നു. കാരണം ഒക്കെ ഈ ഗേൾസ് സ്കൂൾ, ടൗണിലെ സ്കൂളായതുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടുക. എനിക്ക് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. അങ്ങനെ സെർവിങ് ജവാന്റെ ഭാര്യ എന്നുള്ള ആ കൺസിഡറേഷനിൽ എനിക്ക് 25 വയസ്സുള്ള ഞാനിവിടെ വരുമ്പോൾ അപ്പോൾ എല്ലാവരുടെ മുമ്പിലും ഞാനൊരു ചെറിയ കുട്ടിയായിട്ട് തന്നെയാണ് ഇവിടെ നിന്നത്. പിന്നെ 2005 ഇവിടെ നിന്ന് പോകുന്നത്. അതിനിടയ്ക്ക് ഒരു 3 കൊല്ലം ഇവിടെ ഡിവിഷൻ 4 വന്നപ്പോൾ ബോയ്സ് സ്കൂളിൽ പോയി. 96 മുതൽ 99 വരെ. വീണ്ടും 2005 വരെ ഇവിടെ വന്നു. 2005
മെയ് 3-ാം തീയതിയാണ് ഞാൻ ഹൈസ്കൂൾ ഹിന്ദി ടീച്ചറായിട്ട് മച്ചാട് സ്കൂളിലേക്ക് പോയി. അവിടെ 1 വർഷം നിന്നു. അവിടുന്ന് നാട്ടിക ഫിഷറീസിൽ വന്നു 1 മാസം നിന്നു. പിന്നെ 1 കൊല്ലം വെറ്റിലപ്പാറ ഗവൺമെന്റ് സ്കൂളിൽ പോയി, അവിടെ 1 വർഷം നിന്നു. ചായപ്പൻകുഴി ഗവൺമെന്റ് സ്കൂളിൽ 5 വർഷം നിന്നു. അവിടുന്ന് ഇരിങ്ങാലക്കുട മോഡൽ ബോയ്സിൽ 7 വർഷം. അങ്ങനെ 2019 വീട്ടിലേക്ക് പോന്നു. ഇതാണ് എൻ്റെ ഇവിടെ ഒരുപാട് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മളിവിടെ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് ഇഷ്ടം പോലെ, ഇപ്പൊ അവരൊക്കെ ഒരുവിധം വലുതായി, അവരുടെ മക്കളൊക്കെ ഇവിടെ പഠിച്ചു തുടങ്ങി. ഇപ്പൊ അങ്ങനെ തടയണില്ല. മറ്റേത് ഇവിടെ ഇറങ്ങുമ്പോഴേക്കും ടീച്ചറേ എന്നും പറഞ്ഞിട്ട് ഓരോരുത്തരും കാണാറുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്കൊരു മകനും ഭാര്യയും കൊച്ചും കൂടി അവര് ഇൻഫോ പാർക്ക് കൊച്ചിയില് ജോലി ചെയ്യാണ് 2 പേരും. അപ്പോൾ അവിടെ ഞങ്ങൾ താമസിക്കുകയാണ്. ഞാനും ഹസ്ബൻഡും അവിടെയാണ്. മകള് UK-യിലാണ്. മകളും ഭർത്താവും കൊച്ചും അവിടെയാണ്. അങ്ങനെ സുഖമായിട്ട് പോകുന്നു. അല്ലറ ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്നു. കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. അഭിനയും വേഗം ആവണം. നമുക്ക് ഭക്ഷണം എത്തിയെന്ന് തോന്നുന്നുണ്ട്. ആരെയും പ്രത്യേകം പേരെടുത്ത് വിളിക്കുന്നില്ല. മടി കൂടാതെ സന്തോഷകരമായിട്ട് കടന്നു വരിക. പേര് വിളിക്കണോ അല്ലേ? കണ്ണടച്ചെന്നുണ്ട് ഒരു പേര് വിളിച്ചാലോ? വരൂ. ഇക്ബാൽ സാറ് വരൂ. നമ്മുടെ ഗേൾസ് ഹൈസ്കൂളിന്റെ നെടുംതൂണായിരുന്ന കുറെ ആളുകളുടെ കൂട്ടത്തില് ഒരു വലിയ നെടുംതൂണാണ് ഇക്ബാൽ സാറ്. നല്ലൊരു കൈയടി കൊടുക്കണം, നന്നായിട്ട് കൈയടി കൊടുക്കണം. സ്നേഹനിറഞ്ഞവരെ, പലരും പരിചയക്കാരാണെങ്കിലും കുറേ ആൾക്കാർ പരിചയമില്ലാത്തവരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 96 ആ സമയത്താണ് ഞാനിവിടെ ജോയിൻ ചെയ്തേക്കുന്നത്, 95. അപ്പോൾ അന്ന് എൻ്റെ സിസ്റ്റർ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഫ്ലവർ ടീച്ചർ, ചന്ദ്രു ടീച്ചർ, ലിസി ടീച്ചർ, തന്നെ ലളിത ടീച്ചറൊക്കെ, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ, അവരൊക്കെ ഒരു ബ്രദറായിട്ട് തന്നെ വളരെ സന്തോഷകരമായിട്ട് എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു സ്കൂളാണത്. കൂടാതെ അന്നുണ്ടായിരുന്ന പ്രധാന അധ്യാപകർ രാധ ടീച്ചർ, അതുപോലെ തന്നെ എക്സ് ടീച്ചർ. എക്സ് ടീച്ചറെ ഞാൻ ചോദിച്ചു, വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത്തെ നമ്മളെ ഫോണിൽ കൂടിയൊക്കെ ബന്ധപ്പെടാറുണ്ട്. ഗിരിജ ടീച്ചറെ കാണാറുണ്ട്. അപ്പോൾ രാധ ടീച്ചറെ, അതേപോലെ തന്നെ കുമാരി ടീച്ചർ, അങ്ങനെ കുറേ പ്രധാന അധ്യാപകരോടൊപ്പം തന്നെ ഇവിടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്നിവിടെ കൊണ്ടുവരുമ്പോൾ ഈ എക്സ് ടീച്ചറുടെ മകള് രശ്മി ടീച്ചറുടെ മകനൊക്കെ ഉണ്ടാവും, ആകാശമൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഈ മേശയുടെ പട്ടം ചുറ്റിയൊക്കെ നടക്കലും അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഒരു ഗൃഹാധിപത്യത്തോടു കൂടിയാണ് ഞാൻ ഈ വിദ്യാലയത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഞാൻ പിന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് പോയിട്ട് പിന്നെ പ്രൊമോഷനായിട്ട് ഒരു 8-9 ജില്ലകളിൽ പോയി. പിന്നീട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. പക്ഷേ റിട്ടയർ ചെയ്തതിന് ശേഷവും എനിക്ക് റിട്ടയർ ചെയ്ത ഒരു ഫീല് എനിക്കില്ല. കാരണം ഞാൻ ഇത് സംബന്ധമായിട്ടുള്ള ഒരു ഓഫീസ് എനിക്ക് ഇരിങ്ങാലക്കുട ഉണ്ട്. അതുകൊണ്ട് ഈ പുതിയ തലമുറയിലുള്ള എല്ലാ ജീവനക്കാരായിട്ടും എനിക്ക് അതിൻ്റേതായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. കാരണം സെക്രട്ടേറിയറ്റുകളിലും മറ്റേ കോടതികളിലായിട്ടൊക്കെ തന്നെ അതിൻ്റെ വ്യവഹാരങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ തരങ്ങളിലുള്ള ഹിയറിങ്ങുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് നമ്മുടെ ഈ പുതിയ ഒരു തലമുറയെ തന്നെ എനിക്ക് പരിചയമുണ്ട്. ഏതായാലും ഇത്തരം ഒരു കൂടിച്ചേരൽ നടത്തിയത് എന്തുകൊണ്ട് നല്ലതായി. കഴിഞ്ഞ 24 ജനുവരി 6-ാം തീയതി ഞാനിതേമാതിരി കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുന്നമംഗലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ കീഴിൽ തിരികെ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ ഞാൻ ഇവിടുന്ന് പങ്കെടുക്കാൻ അവിടെ പോയി. രാത്രി ഇവിടെ 2 മണി 3 മണിയൊക്കെ വന്നപ്പോൾ, എങ്കിലും
അന്ന് കോഴിക്കോട് വർക്ക് ചെയ്തത്, അതേപോലെ തന്നെ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പ്രതിനിധികളുണ്ടായിരുന്നു. കാരണം വിദ്യാഭ്യാസ വകുപ്പ് ആയതുകൊണ്ട് ഒട്ടനവധി പേരുകളെ തന്നെ എല്ലാ ജില്ലകളിലും മാറി മാറി വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു സംഗമത്തിൽ അവിടെ പങ്കെടുക്കാൻ സാധിച്ചു. ഏതായാലും ഇത്തരത്തിലുള്ളൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനും, അതേപോലെ തന്നെ ഇതിൽ ചന്ദ്രു ടീച്ചറാണ് ഞാൻ അധികം കാണാത്തത്, ബാക്കിയുള്ളവരൊക്കെ വല്ലപ്പോഴൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് ഇത്തരം സന്ദർഭത്തിലൊക്കെ ഇവരൊക്കെ കാണാനും അതേപോലെ തന്നെ പരിചയം പുതുക്കാനുള്ള ഒരു അവസരം തന്നതിൽ ഈശ്വരനോട് നന്ദി പറയുന്നു. ഇനിയും എല്ലാവർക്കും ഇനിയുള്ള വർഷങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഒത്തൊരുമിച്ച് കാണാനുള്ള സൗഭാഗ്യം ദൈവം തരട്ടെ എന്ന് എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനിയും നമ്മുടെ ചന്ദ്ര ടീച്ചർ, ഇക്ബാൽ സാറ് ചന്ദ്ര ടീച്ചർ പറഞ്ഞതുകൊണ്ട് ചന്ദ്ര ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ജമീല ടീച്ചർ നമ്മളെ കാണാൻ വളരെ സന്തോഷത്തോടു കൂടി തിരക്ക് പിടിച്ച് ഉള്ള നിമിഷത്തിലും ഓടി വന്നിരിക്കുകയാണ്. 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നു പറയുന്നു. എന്തായാലും ടീച്ചർ 2 വാക്ക് സംസാരിച്ചാൽ മാത്രം പോരാ, ഭക്ഷണം കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. എന്തായാലും അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങളെ കാണാൻ ഒരു വീട്ടിലേക്ക് നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ വരുമ്പോൾ അന്നേരത്തെ ഉള്ളത് നമ്മൾ സന്തോഷമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ ആരും പ്രത്യേകിച്ച് വിളിച്ചിട്ടില്ല. അപ്പൊ ജമീൽ ടീച്ചർ നമ്മളോട് 2 വാക്ക് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുത്ത് ജമീൽ ടീച്ചർ സ്വീകരിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ 2002 മുതൽ 2015 വരെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു. നമ്മളിവിടെ ഒരുപോലെയാണ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഒന്നിച്ചാണ് കഴിഞ്ഞു പോയത്. ഈ എച്ച്.എം.മാരൊക്കെ ശ്രീദേവി ടീച്ചർ എച്ച്.എം. ആയിരുന്നപ്പോൾ പ്രിൻസിപ്പൽ പോസ്റ്റിൽ ഇരുന്നപ്പോഴാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. പിന്നെ പ്രിൻസിപ്പൽ മാറി. ഞാൻ റിയാഡ് ഹൈസ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഹൈസ്കൂളിൽ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഒറ്റ മനസ്സോടെയാണ് അന്ന് ഇവിടെ നടന്ന സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ ഒറ്റ മനസ്സോടെ വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. ജാസ്മിൻ ടീച്ചറായിരുന്നു എന്നാണ് അന്നത്തെ എച്ച്.എം. എന്നെ ക്ഷണിച്ചിട്ടല്ല വന്നത്. പക്ഷേ ഇവിടെ ബീനജ ടീച്ചറുടെ കൂടെ ഒരു വനിതാ സഹകരണ സംഘത്തിലെ മെമ്പറാണ്. അപ്പം ഞങ്ങളവിടെ പരിപാടി നടക്കുമ്പോൾ ടീച്ചറാണ് പറഞ്ഞത് ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ള ഒരവസരം, അതുപോലെ പ്രിയപ്പെട്ട സക്കീന ടീച്ചർക്കും ഭരതൻ മാഷുക്കും ഉള്ള ആദരവ്, ഇത് രണ്ടും ഈ ആലോചിച്ചിട്ടാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി ഒരുമിച്ച് കാണാമല്ലോ എന്ന ആഗ്രഹത്തോടെ ഓടി വന്നതാണ്. അപ്പം അടുത്ത വർഷം ഹയർ സെക്കൻഡറി വേറെയല്ല. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നിന്ന് നിങ്ങളെ കൂടെ വരാവുന്നവർ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ, ഇവിടെ അടുത്തുള്ളവരൊക്കെ. അപ്പം ഞങ്ങളെയും കൂടി കൂട്ടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് സന്തോഷം ടീച്ചർ. 1976 ഞാനിവിടെ ജോയിൻ ചെയ്തത്. 21 കൊല്ലം ഹൈസ്കൂൾ ടീച്ചറായി വർക്ക് ചെയ്തു. അതിന് മുമ്പ് പുത്തഞ്ചിറ ഹൈസ്കൂളിലായിരുന്നു. 97 ഇവിടെ നിന്ന് പ്രൊമോഷനായി AU ആയിട്ട് പോയി ആലപ്പുഴ ജില്ല. അവിടെ 1 കൊല്ലം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് കരൂപ്പടന്ന ഹൈസ്കൂളിൽ HM ആയിട്ടുണ്ട്. കരൂപ്പടന്ന ഹൈസ്കൂളിൽ 3 കൊല്ലം HM ആയിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് 1 കൊല്ലം പുല്ലൂറ്റ് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത് 2002. എനിക്ക് 2 മക്കളാണ്. മോളിവിടെ പഠിച്ചിട്ടുണ്ട് ഹൈസ്കൂളിൽ, 8, 9, 10 ഇവിടെയാണ് പഠിച്ചിരുന്നത്. പിന്നെ മോനും മോളും ഇപ്പോൾ ചെന്നൈയിലാണ്. 2 എൻജിനീയേഴ്സാണ്. മോൻ TCSൽ വർക്ക് ചെയ്യുന്നു. മോള് അവിടെ ചെന്നൈ തമിഴ്നാട് ഗവൺമെന്റിന്റെ കീഴിലെ എഞ്ചിനീയറാണ്. പരിചയമില്ല. പിന്നെ അതോടൊപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ റിയാഡ് പഠിപ്പിച്ച കുറേ സ്റ്റുഡൻസ് തന്നെ ഇവിടെ ടീച്ചർമാരായിട്ട് 3-4 പേരൊക്കെ ഉണ്ട്. അതിലെനിക്ക് അവരെയും കൂടി ഈ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നല്ല എന്നുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.
പിന്നെ അതുപോലെ തന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം അന്ന് വർക്ക് ചെയ്തിരുന്ന എന്നെ ഒരുപാട് സഹായിച്ച ടീച്ചേഴ്സ് ഒരാളാണ്. അതായത് സർവീസിൽ വന്നിട്ട് ഞാനിങ്ങനെ ടൈം ടേബിളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്ര വലിയ പരിചയം ഉണ്ടായില്ല. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സക്കീന ടീച്ചറാണ്. സക്കീനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കഴിവാണ്. അതായത് പറയാൻ പറ്റൂല, അതേപോലെയുള്ള കഴിവുകളാണ് പുള്ളിക്കാരത്തിക്കുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് റിട്ടയറായ ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അപ്പം ഞങ്ങൾ റിട്ടയർമെൻറ്റ് ജീവിതം യാത്രയൊക്കെ ചെയ്ത് അങ്ങനെ തീർക്കുന്നു. പിന്നെ 2 മക്കളാണുള്ളത്. മൂത്ത മോൻ PWDയിൽ PAXC ആയിട്ട് വർക്ക് ചെയ്യണ്, ആലുവയിലാണ് വർക്ക് ചെയ്യണത്. മോള് ഇവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടിയാണ്, ഫ്ലവർ ടീച്ചർ. പിന്നെ അതേപോലെ തന്നെ ഹേമ ടീച്ചർ, ലളിത ടീച്ചറൊക്കെ പഠിപ്പിച്ച കുട്ടിയായിരുന്നു. പുള്ളിക്കാരത്തിയും 2 പേരും എൻജിനീയേഴ്സാണ്. അവളിപ്പോൾ KSFയിൽ വർക്ക് ചെയ്ത് നമ്മുടെ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിലായിരുന്നു 4 കൊല്ലം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 പിള്ളേരുണ്ട്. മൂത്ത കുട്ടി ഇപ്പം എൻ്റെ കൂടെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് കാരണം കൊടുങ്ങല്ലൂർ ഗുരുശ്രീയിൽ പഠിക്കുകയാണ്. അവളിപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. ഹസ്ബൻഡ് ഇൻഫോസിസിൽ വർക്ക് ചെയ്യണ്. അപ്പം അങ്ങനെയുള്ളൊരു വലിയ പ്രശ്നങ്ങളില്ലാണ്ടൊരു കുടുംബജീവിതം അങ്ങനെ നയിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അപ്പം ഇന്നിപ്പോൾ ഇവിടെ ഓടിയെത്തിയത് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഓടിയെത്തിയത് എല്ലാവരും ഒന്ന് കാണാനായിട്ട്. ഈ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കണ്ട് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ആ സന്തോഷം കുറേ നാൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന സന്തോഷമാണ്. അതിങ്ങനെ ഓർക്കും, എല്ലാവരെയും കാണാൻ പറ്റിയല്ല എന്നുള്ള സന്തോഷം വളരെയധികം കാലം ഇങ്ങനെ നീണ്ടു നിൽക്കും. പിന്നെ ഇന്ന് നമ്മുടെ HM ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ് നമ്മൾ ഇത്രയും നല്ലൊരു സ്കൂള് വേറെയൊന്നും ഇല്ല എന്നുള്ള ഒരു വാർത്ത നമുക്ക് ഗേൾസിൽ ടീച്ചറായി ജോലി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഗേൾസിൽ നിന്ന് പോയപ്പോൾ ഗേൾസിൽ പഠിപ്പിച്ച ആ മോഹം തീർന്നിട്ടുണ്ടായിരുന്നില്ല ശരിക്കും. ഇപ്പോഴും റോട്ടിൽ കൂടി പോകുമ്പോൾ ഗേൾസ് സ്കൂൾ കാണുമ്പോൾ ഇപ്പോഴും എനിക്കൊരു ഹരമാണ് മനസ്സിൽ. നമ്മുടെ ഗേൾസ്. അപ്പം എൻ്റെ പേരക്കുട്ടിയും പറയുന്നത് അമ്മൂമ്മയുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഗേൾസ്. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് പരിസരം ഇതൊക്കെ കാണുമ്പോൾ വളരെ വ്യത്യാസം വന്ന പോലെ തോന്നണം. പിന്നെ ഇവിടെ വെച്ച് ജോലി ചെയ്തിരുന്ന കാലത്ത് യാതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. അന്ന് പഠിപ്പിക്കലെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെയല്ലല്ലോ. വർഷങ്ങളായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ആ സിലബസ് തന്നെ അത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അന്നത്തെ എല്ലാ ടീച്ചേഴ്സും, ഇപ്പോൾ സക്കീനയൊക്കെ ഞങ്ങളുടെ അവസാന കാലത്ത് ഉണ്ടായിരുന്നവരാണ്. എല്ലാവരും നല്ല എൻജോയ് ചെയ്തുകൊണ്ടാണ് അന്നത്തെ ജീവിതം നയിച്ചിരുന്നത്. ഇന്നത്തെ ടീച്ചേഴ്സിനൊക്കെ എനിക്ക് തോന്നണ തലപൊക്കാൻ നേരമില്ല എന്നാണ് തോന്നുന്നത്. ഒരിക്കലും ഞാൻ സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ ഒറ്റക്ക് ടീച്ചർമാരും തലപൊക്കി ആരെയും നോക്കണില്ല, എല്ലാവർക്കും ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ നിന്ന് 2001 AU ആയിട്ട് തിരുവനന്തപുരം പാറശാലയിലേക്കാണ് പോയത്. അതിനുശേഷം അവൻ 1 വർഷം അവിടെ AU ആയിട്ടിരുന്നു. പിന്നെ 5 വർഷം ഞാറക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തു, റിട്ടയർ ചെയ്തു. പിന്നെ എനിക്ക് 2 മക്കളാണ്, ഹസ്ബൻഡ് ഉണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കണു, സുഖമായിട്ട് കുഴപ്പമില്ലാതൊക്കെ പോണു. വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും. എൻ്റെ വിനീതമായ കൂപ്പുകൈ. പിന്നെ ഇവിടെ വന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ആലോചിച്ചു, നമ്മൾക്കല്ല, ഞാൻ എറിയാട് സ്കൂൾ വർക്ക് അല്ല ഇടവിലങ്ങ് സ്കൂൾ വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങളെ, 17 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് പെൻഷൻ പറ്റിയ കൊല്ലം തുടങ്ങി. അതിന് മുമ്പും മിക്ക മാസങ്ങളിലും ഗെറ്റ് ടുഗദറാണ്. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഭരതമാഷനെ വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരാഴ്ച ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചു, ഗേൾസ് സ്കൂളുകാർ പെൺകുട്ടികളായ കാരണമാവും നമ്മളൊന്നിനും വിളിക്കുന്നില്ല, ഗേൾസ് സ്കൂളിൽ വരാനൊരു സാധ്യത നമുക്കില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭരതമാഷ ഫോൺ വന്ന് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ നടത്താനായിട്ട് നമ്മൾ വിചാരിക്കുന്ന ടീച്ചർ വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര അധികം സന്തോഷം. ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് ഗേൾസ് സ്കൂൾ മാത്രം ഇങ്ങനെ ഒന്നും ഇല്ലാത്തതോളോട്ടാ. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ അടുത്തെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് പോവുക. പിന്നെ അന്ന് പ്രധാനമായിട്ടും നമ്മുടെ ഭരതമാഷ്ക്കും സക്കീന ടീച്ചർക്കും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഒരു നാണയത്തിൻ്റെ 2 കോയിനുകളുടെ 2 വശമാണ് ഇവർ രണ്ടുപേരും ഗേൾസ് സ്കൂളിൽ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത്രയധികം ആത്മാർത്ഥമായിട്ട് എൻ്റെ കാലഘട്ടത്തിൽ അത്രയൊന്നും ടീച്ചറിന് വെച്ചാൽ കുടുംബം ഒന്നും ഇല്ല ആ സമയത്ത്. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളും ടീച്ചറും എന്നുള്ള ഒരു ഭയങ്കര ഒരു ബന്ധമായിരുന്നു. ആ എല്ലാ കുട്ടികളും ടീച്ചർ പഠിപ്പിച്ചു പോയ കുട്ടികളൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ചോദിക്കും, സക്കിൻ ടീച്ചർ എവിടെ, സക്കിൻ ടീച്ചർ കാണാറുണ്ടോ, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ കാണാറൊന്നുമില്ല. അന്ന് ടീച്ചർ ഗൾഫിലായിരുന്നു, അന്ന് ഹസ്ബൻഡ് ഇതായ സമയത്തൊക്കെ അങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല ടീച്ചർ പുറത്താന്നൊക്കെ പറഞ്ഞു. ഭരതമാഷാണെങ്കിലോ ഭരതമാഷ പിള്ളേരെ കൂടെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. പിള്ളേരെ കൂടി ഇങ്ങനെ പിള്ളേരെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാഷാണ്. എല്ലാവരും മറ്റുള്ളവരൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നാലും ഞാൻ ഇപ്പം ഈ അവാർഡ് കിട്ടിയത് കൊണ്ട് മാത്രം ഇവരെ കുറിച്ച് പറയാണ്. അപ്പം എൻ്റെ 2 പേർക്കും എല്ലാവിധത്തിലുള്ള സ്നേഹ ആശംസകൾ ഞാനിവിടെ നേരുകയാണ്. അപ്പം അത് മറ്റുള്ളവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാവും എന്ന് ഇനിയും ഓരോരുത്തർക്കും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിവിടെ ഒത്തുകൂടാം. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഗേൾസ് സ്കൂളിൽ വർക്ക് ചെയ്ത കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു വീട് പോലെയായിരുന്നു ഇവിടെ. എൻ്റെ ഇവിടുത്തെ കുട്ടികൾ ഞാനിവിടുത്തെ ഒരു അമ്മ പോലെയായിരുന്നു. ഞാൻ 9 മണി രാത്രി 9 എനിക്കും ഇതേ ടീച്ചർക്കറിയാം. ഒരാളാണ് ഇതേ ഇരിക്കുന്നത്, രാജേശ്വരി ടീച്ചർ. ഒരു കുട്ടികളെ യൂത്ത് ഫെസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ നിർത്തി. 10 മണി 12 മണിയൊക്കെ ആയ സമയമാണ്. അതിലൊക്കെ സ്കൂളിൽ നിന്ന് യൂത്ത് ഫെസ്റ്റിൽ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുട്ടികളെ കൊണ്ട് വീട്ടിലാക്കണം. ഞങ്ങൾ 2 ആളുണ്ട്. മാഷന്മാരൊക്കെ അതിലൊക്കെ വഴിക്ക് വെച്ചൊക്കെ പോയി. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ 2 ആൾ എങ്ങനെ കുട്ടികളൊക്കെ വീട്ടിലെത്തിക്കേണ്ടേ നമുക്ക്, പാതിരയല്ല സമയം. അങ്ങനെ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഓട്ടോറിക്ഷയിൽ കൊണ്ട് ഓരോരുത്തരെ വീട്ടിലാക്കി ഞങ്ങൾ 2 പേരും കൊണ്ടുവന്ന് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ സമയത്ത് ഞങ്ങൾക്കൂടെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരെയും വിളിക്കാനായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. ആരാണ്, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ടീച്ചർമാരാണ്. ഞങ്ങളുടെ മക്കളെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഈ പാതിരയ്ക്ക് വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ വേറെ ആവശ്യങ്ങൾക്കൊന്നുമല്ല. ടീച്ചറോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് പേടിയായിട്ട് എൻ്റെ മോനെ അപ്പോഴത്തേനും വണ്ടി കൊണ്ടുവന്നു. എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ടീച്ചറെ കൊണ്ട് വീട്ടിലെത്തിച്ച് അന്ന് 12 മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ. അപ്പം അങ്ങനെയുള്ളൊരു സംഭവങ്ങളും ഇവിടുത്തെ 9 മണി കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളൊക്കെ വിട്ടിട്ട് ഇവിടുന്ന് പോയിട്ടുള്ള ദിവസങ്ങളുണ്ട്. നമ്മളങ്ങനെയാണ് ഗേൾസ് സ്കൂളിലായിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യം. മുമ്പ് ഞാൻ 90-ൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ ഗേൾസ് സ്കൂളിലല്ലേ. ലീല ടീച്ചറും ഫ്ലവർ ടീച്ചറൊക്കെ ഉള്ള സമയത്ത് ഞാൻ കുറച്ച് സമയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഡിവിഷൻ ഹോൾ വന്നപ്പോൾ എന്നെ പഴയനൂർക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെയാണ് പിന്നെ ഞാൻ ഇടവിലെങ്കിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ വളരെയധികം ജോലി ചെയ്യാൻ വളരെ ആത്മാർത്ഥമല്ല എല്ലാ ടീച്ചേഴ്സും ഞങ്ങളിവിടെ ഒന്നുപോലെയായിരുന്നു. അന്ന് UP-യും LP-യും ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും എല്ലാം ഒറ്റക്കെട്ടായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കും ജമീല ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ വായോ നമുക്ക് പോവാം. ടീച്ചർ പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ അതൊന്നും സാരമില്ല നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ ടീച്ചറെ നല്ലൊരു കാണിച്ചു. ഞാനേ പോയില്ല കേട്ടോ വിളിക്കാത്ത എടുത്തേക്ക്. ടീച്ചർ പക്ഷേ ടീച്ചറെ നല്ല മനസ്സുകൊണ്ട് ടീച്ചർ വന്നു. അപ്പോൾ പോയി ടീച്ചറെ നീ വിളിച്ചോട്ടോ പക്ഷേ. പിന്നെന്താ പറയാനുള്ളത്, എൻ്റെ ലീല ടീച്ചർ പറയുന്നത് എൻ്റെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ മോൻ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യണ്. അവനിപ്പോൾ അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസറായിട്ട് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി ഒളകരയിലെ വർക്ക് ചെയ്യണ്. 2 മക്കളുണ്ട്. ഭാര്യയ്ക്ക് ജോലിയില്ല. ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളെ നോക്കിയിരിക്കുകയാണ്. അവർ വീട്ടിലില്ല. അവർ തൃശ്ശൂർ. അവർക്ക് 2 പേർക്ക് സെൻട്രൽ സ്കൂളിൽ കിട്ടിയപ്പോൾ തൃശ്ശൂരാണ് അവർ പഠിക്കുന്നത്. അവനവിടെ സെറ്റിലായ പോലെ എല്ലാ ആഴ്ച വരും. ഇന്നലെ വീട്ടിൽ വന്ന് പോയി ഞങ്ങളെ കാണാൻ വന്ന് പോവും. ഇനി മോളാണെങ്കിൽ മോള് PhD ഒക്കെ എടുത്ത് ഡൽഹിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞത് തമിഴ്നാട്ടുകാരനെ കല്യാണം കഴിച്ച് ഇപ്പോൾ ഡൽഹിയിൽ സെറ്റിൽ ചെയ്തവർ. അങ്ങേർക്ക് അവിടെ സ്ഥിരം ജോലിയാണ് ഡൽഹി IIT-യിൽ. അപ്പം അങ്ങനെ അവിടെ നിന്ന് മോൾക്ക് അവിടെ വർക്ക് ചെയ്തിരുന്നു കുറച്ച് നാളൊക്കെ. IIT തന്നെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. ഇപ്പോൾ മോൾക്ക് അമേരിക്കയിൽ നിന്ന് ഒരു ഓഫർ വന്നപ്പോൾ അവിടെ പ്രൊഫസറായിട്ട് അമേരിക്കയിൽ ബോസ്റ്റണിൽ ബ്രാൻഡീസ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. 2 വർഷം നല്ല ശമ്പളം, അടിപൊളി വീടും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങൾക്ക് 24 മണിക്കൂറൊന്നും ഹസ്ബൻഡിന് പ്ലെയിനിൽ നിന്ന് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ വിട്ട് കളഞ്ഞിരിക്കുകയാണ്. വരുമ്പോഴൊക്കെ കാണാം. ഇനി മെയ് മാസത്തിൽ ഹസ്ബൻഡ് ഇപ്പോൾ ലീവ് എടുത്തിട്ട് പോകുന്നുണ്ട്. പുള്ളിയുടെ ഹസ്ബൻഡ് ഒരു ദിവസം 20-ാം തീയതി ലീവ് എടുത്തിട്ട് 5 മാസം ശമ്പളമില്ലാത്ത ലീവൊക്കെ എടുത്തിട്ട് പോകുന്നത്. എന്നാലും അവിടെ പോയി നിൽക്കാനുള്ളൊരു സന്തോഷം കൊണ്ട് പോകും ഇപ്പോൾ 20-ാം തീയതി. അപ്പം അങ്ങനെ ഞാനും ഹസ്ബൻഡും തന്നെയാണ് വീട്ടിലുള്ളത്. ഇവരൊക്കെ അടുത്തേക്കൊക്കെ പോകും. മോളെ അടുത്തേക്ക് മോള് പോണേന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇത് മാത്രമുള്ള. പിന്നെ ഇതുപോലെ ഇപ്പം നമുക്കിരിക്കാൻ വീട്ടിലിരിക്കാൻ നേരില്ല. വനിതാ സഹകരണ സംഘത്തിന് ജമീല ടീച്ചർ ഉണ്ടായിരുന്നില്ല, അതിൽ ഒരു പ്രവർത്തനമാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ പാർട്ടിയുടെ കുറേ ഇതിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ എനിക്ക് വീട്ടിലിരിക്കാൻ ഒട്ടും സമയമില്ല. അപ്പം നല്ല ആക്റ്റീവാണ്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളില്ല. പിന്നെ നമ്മുടെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് അസുഖങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോകും. അപ്പം എല്ലാവരും കണ്ടത് രഘുവന്ദന മാഷ്, സാവിയോ, നമ്മൾ ഗേൾസ് ക്ലബ്, അരുൺ, ഓമന ടീച്ചർ, ഇങ്ങനെ എല്ലാവരും കാണുന്നുണ്ട് പ്രത്യേകമായിട്ടാ. ചിന്ത ടീച്ചറെ പിന്നെ നമ്മൾ ഇടയ്ക്ക് മീറ്റിങ്ങിൽ കാണും. ഇപ്പം ധാരണയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ടീച്ചറെ പ്രസംഗമൊക്കെ അടിപൊളിയാണ്. മത്സര ടീച്ചറെ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ മീരയുടെ മോൻ്റെ കല്യാണത്തിന് ലീല ടീച്ചറെ അന്ന് വന്നിട്ടുണ്ടായി കല്യാണത്തിന്. ഈ ലീല ടീച്ചർ ഇല്ലല്ല. അതങ്ങനെ പിന്നെ നന്ദിനി ടീച്ചർ, അങ്ങനെ എല്ലാവരും കണ്ടത്. സക്കീൻ്റെ ടീച്ചർ, ഉമൈബ ടീച്ചർ, ഫാബി ടീച്ചർ. എൻ്റെ മോളുടെ ടീച്ചറാണ്. ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ മോളെ പഠിപ്പിച്ചിട്ട് ബോയ്സ് സ്കൂളിലാണ് മോള് പഠിച്ചിരുന്നത്.
മോളുടെ ടീച്ചറാണ് സുജാത ടീച്ചർ. ടീച്ചർ വിവരങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ, ചോദിക്കാറുണ്ട്. ടീച്ചറെ അമ്മ സുജാത ടീച്ചറെ കാണാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒന്നും കാണാറില്ല, റിട്ടയർ ചെയ്തതിന് ശേഷം. ഇങ്ങനെയൊക്കെ വല്ല പരിപാടി ഉണ്ടായാലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാം വന്നതിൽ കണ്ടതിലും എല്ലാവർക്കും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ വിളിച്ചു കൂട്ടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംസാരമായിരുന്നു ബീന ടീച്ചറിൻ്റെ. അതിൽ ബീന ടീച്ചർ പറഞ്ഞൊരു തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ യൂത്ത് ഹോസ്റ്റലിൽ പോകുമ്പോഴൊക്കെ ഉള്ള ആ തമാശ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനും രാജേശ്വരിയൊക്കെ ഒരുപാട് പ്രാവശ്യം ഇതേപോലെ യൂത്ത് ഹോസ്റ്റലിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ കൊടുങ്ങല്ലൂർ വന്ന് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ രാജേശ്വരി ടീച്ചറെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ തിരിച്ചു പോയിട്ടുള്ളൂ. അന്നത്തെ ആ കൂട്ടത്തിൽ അങ്ങനെ മനസ്സുള്ളവരുണ്ടായില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതായാലും. അല്ലേ ടീച്ചറെ? സത്യമാണ്. ടീച്ചറെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോകാറുള്ളൂ. നമുക്ക് ഊണ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. 21 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. അർജൻറ്റായിട്ട് ഇങ്ങനെ ആ സമയത്ത് തന്നെ കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങോട്ട് പോകാം. അല്ലാത്തവർക്ക് നമുക്ക് ഇവിടുത്തെ ഇങ്ങനെ സംസാരം തുടർന്ന് പോകാം. നമുക്ക് ദാസമാഷ് രണ്ടു വാക്ക് പറയല്ലേ? നമ്മളുടെ വളരെ ഒരുപാട് സന്തോഷകരമാണ്. ദാസമാഷിന് ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കഴിയുക എന്നുള്ളത് ഒരുപാട് വിഷമിച്ചു. പക്ഷെ സന്തോഷമായിട്ട് ദാസമാഷും എത്തിച്ചേർന്നു. ദാസമാഷിക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം എന്തായാലും. കാരണം അത്രയും സാറ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ്, എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. പ്രിയമുള്ള ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച സംഘാടകർക്ക് ആദ്യമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ തന്നെ 2-3 പേര് ചോദിച്ചു, മാസ്ക് ഒക്കെ വെച്ചാണ് ഞാൻ വന്നതേ. അപ്പോൾ ഇപ്പോൾ ആരും മാസ്ക് വയ്ക്കുന്നില്ലല്ലോ. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ ഇവിടെ മുമ്പ് ഒരു യൂണിയനിസ്റ്റ് ആയിരുന്നു, യൂണിയൻ പ്രവർത്തകനായിരുന്നു. പിന്നീട് പോയപ്പോഴും വീട്ടിലേക്ക് പോയപ്പോഴും ഒരു പൊതുപ്രവർത്തകനായിരുന്നു, ഒരു പാർട്ടിയുടെ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയതാണ് എനിക്ക് കോവിഡ് 2 പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം ന്യൂമോണിയ വന്നു. അപ്പോൾ ഇപ്പോഴും ചികിത്സയിലൊക്കെയാണ്. അതാണ് അപ്പോൾ സ്ഥിരമായിട്ട് മാസ്ക് വയ്ക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടാണ്, ഡോക്ടർ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് മാസ്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഏതായാലും കൂട്ടായ്മയ്ക്ക് എല്ലാവിധ മംഗളങ്ങൾ നേരുകയാണ്. എനിക്ക് ഈ കൂട്ടായ്മ കണ്ടപ്പോഴും എനിക്കൊരു ചെറിയ കാര്യം ഓർമ്മ വരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വായിച്ചപ്പോൾ, ഒരു ലേഖനത്തിൽ വായിച്ചപ്പോൾ, ഈ 1947 മുമ്പ് നമ്മുടെ ആയുസ് 40 വയസ്സായിരുന്നു. 40 വയസ്സ് മുഴുവനായിട്ടുണ്ട്, 40 വയസ്സായിരുന്നു. ഇപ്പോൾ സ്ത്രീകളുടേത് 75 വയസ്സും ഞങ്ങളുടേത് 74 വയസ്സുമാണ് നമ്മുടെ ആയുസ്. നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടായ വലിയൊരു മാറ്റമാണ്, ചെറിയ മാറ്റമല്ല. 47-40 വയസ്സാണ് നമ്മുടെ ആയുസ്. ഇപ്പോൾ 74-ഉം 75-ഉമാണ്. കഴിഞ്ഞ ദിവസം പറവൂരുള്ള ഒരു SP നായരുണ്ട്, ഒരു വ്യവസായിയാണ്. SP നായർ മരിച്ചപ്പോൾ ഞാൻ പോയിരുന്നു. അപ്പോൾ SP നായർ 103-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഇപ്പം നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ 101 വയസ്സിലേക്കായി. ഞാൻ പറയുന്നത് ഇപ്പോൾ നല്ല നമ്മുടെ ഇപ്പോൾ കാണുന്ന 84-85 ഒന്നും കൂടി നടക്കുന്ന പ്രായമാണ്. ആ രീതിയിലേക്ക് നമ്മൾ കേരളത്തിലുണ്ടായ വലിയ മാറ്റം, ചെറിയ മാറ്റമാണ്. അതോടൊപ്പം തന്നെ ഒരു മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റു കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയുന്നതെന്ന് വെച്ചാൽ, രോഗം കണ്ടമാനം കൂടിയിരിക്കുന്നു. ഞാനിപ്പോൾ മിനിഞ്ഞാന്ന് ഒരു ബ്ലഡ് ക്യാൻസർ പിടിച്ചിട്ട് ഒരു കുട്ടി, അവിടെ ഞാൻ പോയിരുന്നവർ പിന്നെ സോഷ്യൽ മീഡിയയിലൊന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നു. വ്യാപകമായിട്ട് ഇപ്പോൾ എൻ്റെയൊക്കെ പ്രദേശത്തൊക്കെ വ്യാപകമായിട്ട് ക്യാൻസർ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കാലം മാത്രമേ ഞാൻ ഗേൾസ് ഹൈസ്കൂളിലുണ്ടായിരുന്നുള്ളൂ. 2005 മുതൽ 2011 വരെ. കൂടുതൽ സമയം ഞാൻ എറിയാട് ഹൈസ്കൂളിലായിരുന്നു, 10 വർഷം. അതിനു മുമ്പ് കൊച്ചന്നൂർ ഹൈസ്കൂളിൽ. കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ക്രേഷായിരുന്നു എൻ്റെ മനസ്സിൽ. അതിപ്പോഴും വിട്ടുമാറിയിട്ടില്ല. 1982 മുതൽ ട്യൂട്ടോറിയൽ പാരലൽ കോളേജ്, പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അന്നും ഞാൻ ട്യൂഷൻ എടുത്തിരുന്നു. അതിന് ശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ കിട്ടിയപ്പോൾ കൊച്ചന്നൂരായിരുന്നു. അവിടെ നിന്ന് അവസാനം ഗേൾസിലേക്ക് എത്തി റിട്ടയർ ചെയ്തു. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ പഠിച്ചിട്ടുള്ളത് ആദ്യത്തെ 30 വർഷം മനുഷ്യന് കുതിരയെ പോലെയാണ്.
പിന്നെ വരുന്ന 30 വർഷം കഴുതയെ പോലെയാണ്. കുട്ടികൾ ഉണ്ടാകുന്നു, പിന്നെ അവരെ സംരക്ഷിക്കേണ്ട ചുമതലയിൽ ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മിക്കവാറും എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് 60 വയസ്സ് കഴിഞ്ഞവരായിരിക്കും. ആ പിന്നത്തെ ജീവിതം 30 വർഷം മൂങ്ങയുടെ ജീവിതം എന്നാ പറയുക. എന്നും പറയുമ്പോൾ മൂളിക്കൊണ്ടിരിക്കുക. അതല്ല എന്ന് മനസ്സിലായി. എല്ലാവരും എന്തെങ്കിലും വർക്കിൽ എൻഗേജ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാനിപ്പോഴും നിർത്തിയിട്ടില്ല. ഇപ്പം ഞാനൊരു CBSE സ്കൂളിൽ വൈസ് പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സമയം പോകാൻ അത് മതി എനിക്ക്. പിന്നെ ഇവിടെ വന്നവരെല്ലാവരും സന്തോഷവാന്മാരായിട്ടും സന്തോഷവതികളായിട്ടും ഇരിക്കുന്നത് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാനിവിടെ വന്ന് നിൽക്കാൻ ഇടയായതിന് ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇന്ന് ഇവിടെ വരാനും പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നു. എന്തായാലും അതിനും ഈശ്വരനും ഒപ്പം നിങ്ങൾക്കും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു ചടങ്ങ് നടത്താനായിട്ട് ആദ്യം മുതൽ ഇപ്പം ഈ നിമിഷം വരെ ഇതിൻ്റെ മുന്നിലും പിന്നിലും എല്ലാം നിന്ന് പ്രവർത്തിക്കുന്ന ഭരതൻ മാഷ്, നിമ്മി ടീച്ചർ, സെക്കീന ടീച്ചർ, ഇവർ 3 പേരുടെ പേരാണ് ഞാൻ ഇന്നലെ രാത്രിയാണ് ഒന്ന് നോക്കിയത് കാര്യമായിട്ട് ഇതിൽ. അപ്പോഴാണ് ഭരതൻ മാഷ്ക്ക് ഒരു അവാർഡ് കിട്ടിയ കാര്യം. അതായത് കോണി വെച്ച് മേലോട്ട് കയറി പോയപ്പോഴാണ് കണ്ടത്. അപ്പം മാഷൊന്ന് ആശംസിക്കണം, അതുപോലെ തന്നെ ഒരു അനുമോദനമൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. ഞാൻ അമ്മയുടെ അടുത്താണ് കൂടുതലും. റിട്ടയർമെൻറ്റിന് ശേഷം എൻ്റെ അമ്മയുടെ അടുത്താണ്. ഞാൻ റിട്ടയർ ചെയ്യാൻ കാത്ത പോലെയായിരുന്നു അമ്മയ്ക്ക് അസുഖങ്ങൾ തുടങ്ങാനായിട്ട്. പിന്നെ അന്ന് മുതലേ ഈ തെക്ക് വടക്ക് ഓട്ടം തന്നെയാണ്. കൂടുതലും അമ്മയുടെ അടുത്തായിരിക്കും. ഇപ്പം മിഞ്ഞാന്നാളും ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ള അമ്മയുടെ അടുത്തുനിന്ന് ഈ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടാണ് വന്നത്. എന്തായാലും അത് പേടി ഉണ്ടായിരുന്നു. നിമ്മി ടീച്ചറെ ഞാൻ ഇന്നലെയും കൂടി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാര്യം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ രാത്രിയും കഴിഞ്ഞ് കിട്ടുമ്പോഴാണ് നമുക്ക് ഈ പ്രായമായി വയ്യാതെ ഇരിക്കുന്നവരുടെ കാര്യത്തിൽ അറിയാമല്ലോ, നിങ്ങൾക്കും പല അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും അതിനും ദൈവത്തോട് നന്ദി പറയുന്നു. എനിക്ക് ഗേൾസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അനുഭവങ്ങളൊന്നും പറയാനില്ല. കാരണം കണ്ണ് ചിമ്മി തുറക്കുന്ന അത്രയും കാലയളവേ ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ. 2015-17 വർഷങ്ങളിലെ പ്രധാന അധ്യാപികയായിട്ട്. പക്ഷേ ആ 2 വർഷം സന്തോഷമുള്ളത് തന്നെയായിരുന്നു, ഒട്ടും മോശമായിരുന്നില്ല. മാത്രമല്ല സെക്കൻഡ് ടീച്ചർ പറഞ്ഞതുപോലെ കുട്ടികളുടെ എണ്ണം കൂടിയിട്ട് സ്ഥലപരിമിതി, അധ്യാപക പരിമിതിയൊക്കെ ആയിട്ട് ഒരുപാട് നെട്ടോട്ടോടിയ ഒരു സമയം കൂടിയായിരുന്നു. ഗോഡൗണുകളെല്ലാം ക്ലാസ് റൂമുകളാക്കി മാറ്റി. അതുപോലെ തന്നെ അറബി കുട്ടികൾ ഇരുത്താൻ പോലും ടീച്ചർക്ക് ക്ലാസ് ഇല്ലാതെ 2 അറബി ടീച്ചേഴ്സ് പോരാത്ത അവസ്ഥയിലേക്ക് അറബി കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്താണ് അറിഞ്ഞത് കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നുള്ളത്. അത് സാരില്ല, നമുക്ക് ഇനിയും കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പൊതുവെ എല്ലാ സ്കൂളുകളിലും എണ്ണം കുറവ് തന്നെയാണ്. പക്ഷെ അത് ഗേൾസിൻ്റെ ഒരു കുഴപ്പം കൊണ്ടൊന്നല്ല. എന്തായാലും ഈശ്വരൻ സഹായിച്ച് പഴയ അവസ്ഥയിലേക്ക്, അതായത് പഴയ അവസ്ഥ മീൻസ് ഒരുപാട് പഴയതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരുപാട് കുട്ടികളുള്ള നല്ലൊരു വിദ്യാലയത്തിൻ്റെ, ഒരു മാതൃകാ വിദ്യാലയത്തിൻ്റെ ആ നല്ല അവസ്ഥയിലേക്ക് ഗേൾസ് തിരിച്ചെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മോഹൻ സാറും അതുപോലെ തന്നെ ദാസ്, ആരാണോ എനിക്ക് പേരൊന്നും ശരിക്കും അറിയുന്നില്ല കേട്ടോ. മോഹൻ മാഷ് എനിക്കറിയാം. ഗേൾസ് അല്ല എറിയാട് വെച്ചിട്ട് ഞാൻ പഴയന്നൂരിൽ നിന്ന് എറിയാട് വരുമ്പോൾ മോഹൻ സാർ എറിയാട് ഉണ്ട്. അവിടെ 1 വർഷം. പിന്നെ ഞാൻ ബോയ്സിലേക്ക് വന്നു. ഇതിങ്ങനൊരു പരിപാടി ആവിഷ്കരിക്കാൻ നടത്തണം എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായ 1-2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും നമുക്കിത് നടത്തണം. കാരണം പ്രത്യേകിച്ച് എന്നെ പോലുള്ളവർക്ക്, ഞാൻ വേറെ ഒന്നിലും എൻഗേജ്ഡ് അല്ല. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളിലേക്ക് വിളിച്ചെങ്കിലും അമ്മയുടെ വയ്യായിക കാരണം ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി അമ്മയെ നോക്കണം എന്നുള്ള ഒരു ഇതിൽ ആയിരുന്നു. അത് ഈ നിമിഷം വരെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ, ഇപ്പോൾ ബോയ്സിലായാലും ഗേൾസിലായാലും ഒരുപാട് കാര്യങ്ങൾ, ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ എനിക്കൊന്നിലും എത്തിച്ചേരാൻ പറ്റാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതൊരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് പേരെ എനിക്കറിയുന്നതും അറിയാത്തതും എവിടെയെങ്കിലുമൊക്കെ വെച്ച് പരിചയമുള്ളതും ഒക്കെ ആയ ഒരുപാട് അധ്യാപകരെയും അതുപോലെ തന്നെ ഇക്ബാൽ സാറിനെ ഞാൻ നേരിട്ട് പരിചയം എന്ന് പറയാനായിട്ട് പറ്റില്ല. എങ്കിലും മാഷായിട്ട് AU ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുണ്ട്. ഞാൻ 1 വർഷം ഇവിടെ കൊടുങ്ങല്ലൂർ AU ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അറിയുന്ന കുറേ മുഖങ്ങൾ കാണാനും സംസാരിക്കാനും സാധിച്ചതും ഒരുപാട് സന്തോഷം. ആണോ?
അപ്പം എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഇതുപോലെ കാണുമ്പോൾ. എന്താ പറയുക, എൻ്റെ പേര് അസീന. ഞാൻ ഇപ്പോൾ ഇരിങ്ങാലക്കുട ഗവൺമെൻറ് ഗേൾസ് LP സ്കൂളിൻ്റെ HM ആണ്. ഇവിടെ ഞാൻ 2014 വന്നത്. നേരത്തെ പലരും പരാമർശിച്ച ആ ഒരു ഗേൾസ് സ്കൂളിൻ്റെ ഒരു നിറവിൻ്റെ, കുട്ടികളുടെ എണ്ണത്തിലായാലും പുരസ്കാര ലബ്ധിയിലായാലും ആ ഒരു നിറഞ്ഞ് അഡ്മിഷൻ ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ച ആ ഒരു കാലഘട്ടത്തിൽ വർക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പം എന്തായാലും സർവീസ് ബുക്കിന്റെ പേജുകളിൽ 10ാമത്തെ സ്കൂളിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എങ്കിൽ കൂടി മനസ്സിൽ മായാതെ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൊടുങ്ങല്ലൂർ ഗേൾസ് സ്കൂൾ വിദ്യാലയം തന്നെയാണ്. ഭരതമാഷ് ഒരു നോട്ടുണ്ട്, അതായത് നമ്മൾ ഇന്റർവെല്ലടിച്ച് കയറാനുള്ള ബെല്ലടിക്കില്ലേ, അപ്പൊ ടീച്ചർമാർ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുശലം പറയാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്തിരി വൈകുമ്പോ ഭരതമാഷ് ജനലിന്റെ അവിടെ ഒരു തല പതുക്കെ ഇങ്ങനെ പൊന്തി വരും. അത് നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ അസിസ്റ്റന്റായ ഭരതമാഷ തലയാണ്. അത് കാണുമ്പോ തന്നെ എല്ലാവരും വെടികൊണ്ട പോലെ ചാടി എണീറ്റ് ക്ലാസ്സുകളിലേക്ക് പോകുന്ന ഒരു ഓർമ്മ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ഇപ്പൊ മാഷ് പുറത്ത് ഗ്രൂപ്പ് ഫോട്ടോ കഴിഞ്ഞിട്ട് എല്ലാവരും കേറുന്ന പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മാഷെ പണ്ടത്തെ അടവെടുക്ക്. അപ്പൊ ആള് പറയാം അതിപ്പോ വില പോണില്ലാന്ന്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു കൂട്ടായ്മയിൽ ഒത്തുകൂടാൻ പറ്റിയില്ല. അതുപോലെ നമ്മുടെ സക്കീന ടീച്ചർ, പ്രിയപ്പെട്ട സക്കീൻ ടീച്ചർ അക്യുപങ്ക്ചറിൽ MD എടുത്തു. അതുപോലെ നമ്മുടെ ഭരതം മാഷ് കാഴ്ച പരിമിതിയുള്ളവർക്ക് ഇത്ര മഹത്തായ ഒരു സേവനം ചെയ്യുന്നു. ഈ കാര്യങ്ങളിൽ ഇവർ രണ്ടുപേരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ്, സെക്കൻഡ് ടീച്ചറൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് സംസ്ഥാന കലോത്സവത്തിൽ ഇപ്പോൾ പലരും ഈ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായത്. കോഴിക്കോടൊക്കെ രാത്രി 2 മണിക്കൊക്കെ പിള്ളേരെ ആ സ്റ്റേജിലേക്ക് എത്തിക്ക്. അപ്പൊ വഴിയൊക്കെ ബ്ലോക്കായിട്ട് ലാസ്റ്റ് പോലീസിനോട് പറഞ്ഞു, ഈ ജീപ്പിൽ തന്നെ എന്നെ കൊണ്ടുവന്നാക്കി തരണം, എന്നെയും കുട്ടീനെയും. അതുപോലെ പോലീസ് ജീപ്പിൽ ആ ഒരു വേദിയിൽ വന്നിറങ്ങിയതൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്. എന്തായാലും ഇവിടെ പരാമർശിച്ചു ഈ ഒരു പ്രതാപകാലം ജസ്റ്റ് ഒന്ന് മങ്ങി തുടങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ മുമ്പും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു ഭൂതകാലം ഉണ്ടല്ലോ, അത് വീണ്ടും ആവർത്തിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതിന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ സ്കൂൾ എന്നും നമ്മുടെ ഒരു കണ്ണുണ്ടാവണം ഇവിടെ എന്ന് ഞാനും കൂടി ഒന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഓക്കെ, സന്തോഷം. ലീല ടീച്ചർ ഇവിടെ PK ലീല ടീച്ചർ 2 വാക്ക് പഴയ കാലത്തെ ഓർത്തുകൊണ്ട് 2 വാക്ക് പറയാം. വരൂ ടീച്ചറെ. എന്തായാലും നമുക്ക് ഒരു ഊണ് കഴിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഒരു സെറ്റ് പോയാലാണ് അടുത്ത സെറ്റ്. അപ്പോൾ നമുക്കിവിടെ ബോറടിക്കാതിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കാര്യങ്ങൾ എന്തായാലും അറിയണം. നല്ലൊരു കയ്യടി ഇല്ലാത്തത് കൊണ്ടാണ് ടീച്ചർക്കൊരു മടി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൂടെ വർക്ക് ചെയ്യാത്തവരുണ്ട്, വർക്ക് ചെയ്തവരുണ്ട്, കുറേ പേര് ഊണ് കഴിക്കാൻ പോയി. അതിൽ എൻ്റെ പേര് PK ലീല എന്നാണ് പേര്. ഞാൻ ബയോളജി ടീച്ചറായിരുന്നു ഇവിടുത്തെ. 1984 ജനുവരി 2-ാം തീയതി ആണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എന്നെ ഗേൾസ് ഹൈസ്കൂൾ കൊടുങ്ങല്ലൂരാണ് എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്. അത് കഴിഞ്ഞ് ഞാൻ 90കളിൽ ഒരു 6 മാസത്തോളം ഞാൻ 2 സ്കൂളുകളിൽ ഡിവിഷൻ ഫോൾ വന്നപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരിച്ചെന്നെ ഇവിടേക്ക് എന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഞാനിവിടെ തന്നെ. പിന്നെ 2010 മാർച്ചിൽ ഞാൻ റിട്ടയർ ചെയ്തു. ഒരു 27 വർഷം ജോലി ചെയ്തത് മുഴുവനും ഞാനിവിടെ തന്നെയാണ്. എൻ്റെ മക്കൾ 2 പേര് പെൺകുട്ടികളായതുകൊണ്ട് ഞാൻ ഈ സ്കൂള് എൻ്റെ ഒരു വീട് പോലെ തന്നെയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് KICBയിൽ ഇവിടെ ഡിവിഷൻ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ നമ്മുടെ മൂത്തോന്നം ട്രെയിനിങ് കോളേജിലായിരുന്നു ഞാൻ B.Ed എടുത്തിട്ടുള്ളത്. അപ്പോഴും മാഷുണ്ടായിരുന്നു. ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കലേ ഒരു 2005 അല്ല മാഷേ 2005 മാഷ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. മാഷ് 11 റിട്ടയർ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മാഷ് 11 റിട്ടയർ ചെയ്തു. ഞാൻ 2010 മാർച്ചിൽ റിട്ടയർ ചെയ്തു. പിന്നെ ഒരുപാട് നാളത്തെ ഈ ക്ലാസ്സിലൊക്കെ ഞാൻ സൂപ്പർവിഷൻ
സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചെറിയ എന്താ പറയുക, നമ്മുടെ ക്ലാസ് പരീക്ഷകൾക്കൊക്കെ ഞാൻ ഇവിടെ ഒരുപാട് നിന്നിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷവും പിന്നെ വിഷമമാണ് നമുക്ക്. നമ്മൾ റിട്ടയർ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് വിഷമമാണ്. ഇതിലിങ്ങനെ നമ്മൾ വേറെ എറണാകുളത്തേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ കാണുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റിങ് കൂടുന്ന പോലെയാണ്. നമ്മുടെ ഒരു ഭാഗം ഇവിടെ വിട്ട് കിടക്കണ പോലെ നമുക്ക് തോന്നും. അങ്ങനെയാണ്. പിന്നെ ഈ സുജാത ടീച്ചറൊക്കെ ഞാൻ അറിയും. എന്താ വെച്ചാൽ ഞങ്ങൾ ബയോളജി ആയതുകൊണ്ട് ഒരുപാട് കോഴ്സിനൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ നമ്മുടെ മറ്റേ അരുണിൻ്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കോവർക്കർ തന്നെയായിരുന്നു. അരുണിനെ അറിയുമല്ലോ നമ്മൾ. പിന്നെ ഇവിടെ ഒരുപാട് പേരെ ഞാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ 2 പെൺമക്കൾ, 2 കല്യാണം കഴിച്ചു. ഒരാൾ എൻജിനീയേഴ്സാണ്, ചെന്നൈയിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ ഇളയ മോള് എൻ്റെ കൂടെ ഉണ്ട്. ഒരു മോനുണ്ട്. മൂത്ത ആൾക്ക് ഒരു മോനുണ്ട്. മൂത്ത ആളുടെ മോൻ +2 പഠിക്കണേ, ചെന്നൈയിൽ പഠിക്കണേ. അപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ വരാൻ പറ്റണമെന്നില്ല. രണ്ടാമത്തെ മോളുടെ മോൻ 7ാം ക്ലാസ്സിൽ ഇവിടെ ഗോപാലൻ്റെ പബ്ലിക് സ്കൂളിൽ പഴുവിൽ വെസ്റ്റിലാണ് പഠിക്കണത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും, നമ്മുടെ സക്കീന ടീച്ചർക്കും ഭരതമാഷ്ക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. പ്രവീൺ 2 വാക്ക് പറയൂ, വരോ? അതെ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഊണ് കഴിഞ്ഞിട്ട് ഇനി എല്ലാവർക്കും ചെന്നാൽ സ്ഥലം ഉണ്ടോയെന്നറിയില്ല. കുറച്ച് പേര് ചെന്ന് നോക്കുക എന്തായാലും. അപ്പൊ അതുവരെ മൈക്ക് ഓഫ് ആക്കി വെക്കാം കുറച്ച് നേരം. മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വെച്ചു. അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വെച്ചു. അങ്ങയോടൊത്തെൻ്റെ ജീവിതം പങ്കിടാൻ അവിവേദിയായ ഞാൻ ആഗ്രഹിച്ചു. ഇവയൊന്നും ഞങ്ങൾക്കു കാണേണ്ട അവളുടെ ഇമവെട്ടും നാട്യവും വേണ്ട വേണ്ട. ഇവയൊന്നും ഞങ്ങൾക്കു കാണേണ്ടവളുടെ ഇമവെട്ടും നാട്യവും വേണ്ട വേണ്ട. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണം കതിരിൻ്റെ മുത്തൊളി പല്ലു കാണാൻ. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണം തളിരിൻ്റെ മസ്മര കൊഞ്ചൽ കേൾക്കാൻ. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണം വയലിൻ എൻ്റെ പഴയ നമ്പറൊക്കെ പോയി. അതിനുശേഷം ഞാൻ
ഗ്രൂപ്പായിട്ട് ഫോട്ടോ അല്ല ഓരോ പണ്ടത്തെ ഉണ്ടാവുമല്ലോ. എല്ലാവരും നിറങ്ങളേ പാടൂ നിറങ്ങളേ പാടൂ കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയലഹരിതൻ ലയഭരവാസന്ത നിറങ്ങളേ പാടൂ മഴവിൽ കൊടിയിൽ അലിയും മറവിയ മഴവിൽ കൊടിയിൽ അലിയും മറവിയ മനസ്സിലെ പരിമളമായി വിടരും ദളങ്ങളിൽ ഒളിയും ലജ്ജയായി വിടരും ദളങ്ങളിൽ ഒളിയും ലജ്ജയായി പൊഴിയും പൂമ്പൊടി മഴയുടെ ഈണമായി നിറങ്ങളേ പാടൂ ഇളതാം വെയിലിൽ കനവിൻ കനിവുമായി ചലതളി ഝങ്കാര രതിമന്ത്രമായി ഉറങ്ങും മനസ്സിലെ ഉണരും രഹസ്യമായി ഉറങ്ങും മനസ്സിലെ ഉണരും രഹസ്യമായി ഉറവിൻ
വായ്ത്താരി കളിയിലെ താളമായി നിറങ്ങളെ പാടൂ കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയലകരിതൻ ലയഭരവാസന്ത നിറങ്ങളെ പാടൂ